ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യുന്നത് ഫിഷ് പിക്കിളിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് 1/2 കിലോ കേര ഫിഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫിഷ് നന്നായിട്ട് ക്ലീനാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പിരിയം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് ഫിഷ് നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം 2 ബാച്ചായിട്ടാണ് ഞാനിവിടെ ഫിഷ് വറുത്തെടുത്തിരിക്കുന്നത്. ഫിഷെല്ലാം വറുത്തെടുത്തതിന് ശേഷം എണ്ണ ഒരല്പം ഒന്ന് മാറ്റി വെച്ചു. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഈ എണ്ണ ചേർക്കാവുന്നതാണ്. അതിലേക്ക് കടുകും ഉലുവായും വേപ്പിലയും പൊട്ടിച്ചതിന് ശേഷം 50 ഗ്രാം വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി, ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ മതി. ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. പിന്നെ നന്നായിട്ടത് വഴന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ പിരിയം മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതും ഒരു 20 സെക്കൻഡ് നേരം ചെറിയ തീയിലൊന്ന് വഴറ്റി, അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 കപ്പ് വിനീഗർ ചേർത്ത് കൊടുത്തു. വിനീഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഈ ഓഫ് ചെയ്യുന്ന ഒരു പരുവത്തിൽ കുറച്ച് ചാറോട് കൂടിയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് കുറുകും. ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അതിനുശേഷം 2-3 ദിവസം പുറത്ത് തന്നെ സൂക്ഷിക്കാം. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട്.